Welcome to the new session on the concept of e-governance models. Let us start with the meaning of e-governance. E-governance or smart governance is an evolution method of governance which recommend for better governments that are participative, transparent and all-inclusive. We can say that it is an application of IT to the process of government functioning to bring smart. S is for simple, M for measurable, A accountable, R responsive, T transparent. The two main objectives of e-governance to restore the democracy with the help of improvisation of the participation of the citizen in the governing process by giving feedback and access to information. The second one, overall participation of the citizen in the decision making. E-governance അല്ലെങ്കിൽ സ്മാർട്ട് ഗവേണൻസ് എന്ന് പറയുന്നത് സുതാര്യവും എല്ലാം ഉൾക്കൊള്ളുന്നതുമായ മികച്ച സർക്കാരുകൾക്ക് ശുപാർശ ചെയ്യുന്ന ഭരണത്തിൻ്റെ ഒരു പരിണാമ രീതിയാണ്. വേറെ രീതി പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന പ്രക്രിയയിലേക്ക് IT-യുടെ പ്രയോഗമാണ്. അങ്ങനെ ഗവൺമെൻറ് പ്രോസസ്സിനെ സ്മാർട്ടാക്കുന്നു. എസ് പറയുന്നത് സിമ്പിൾ അല്ലെങ്കിൽ ലളിതം, എം പറയുന്നത് മെഷറബിൾ അല്ലെങ്കിൽ അളക്കാവുന്നത്, എ എന്ന് പറയുന്നത് അക്കൗണ്ടബിൾ അതായത് ഉത്തരവാദിത്തമുള്ളത്, ആറ് എന്ന് പറയുന്നത് റെസ്പോൺസീവ് അതായത് പ്രതികരിക്കുന്നത്, ടി പറയുന്നത് ട്രാൻസ്പാരൻറ്റ് അതായത് സുതാര്യം. ഗവൺമെൻറ് പ്രോസസ്സിനെ IT-യുടെ കടന്നുവരവോടുകൂടി സ്മാർട്ടാക്കുക. ഈ ഗവേണൻസ് അഥവാ ഈ ഭരണത്തിൻ്റെ രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത് ഫീഡ്ബാക്കും വിവരങ്ങളിലേക്കുള്ള ആക്സസും നൽകി ഭരണ പ്രക്രിയയിൽ പൗരൻ്റെ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനുള്ള സഹായത്തോടെ ജനാധിപത്യം റീസ്റ്റോർ ആക്കുക അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുക. വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു പൗരനെ ഭരണ പ്രക്രിയയിൽ പങ്കാളിത്തം കൊടുക്കുന്നു. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഭരണ പ്രക്രിയയിൽ തീരുമാനമെടുക്കുന്നതിൽ പൗരൻ്റെ മൊത്തത്തിലുള്ള ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ. ലെറ്റ് us look into the different models of e-governance. The first model is broadcasting model. Broadcasting model is based on mass dissemination, that is broadcasting of governance related information which is readily available in the public domain into the wider public domain with the help of ICTs and convergent media. This creates awareness among the citizens about the ongoing governance processes and government services that are available to them and how they can benefit from them. ഭരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാവരിലും എത്തിക്കുക അതായത് പ്രക്ഷേപണം, അതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. പബ്ലിക് ഡൊമെയിനിലുള്ള ഇൻഫോർമേഷൻസ് അതായത് ഭരണത്തിൻ്റെ കാര്യങ്ങൾ ഇൻഫോർമേഷനും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ കൺവേർജൻ്റ് മീഡിയ പറയുന്നത് ഒന്നിലധികം മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പബ്ലിക് ഡൊമൈനിലുള്ള ഭരണവുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷനെ കൂടുതൽ വിശാലമായ പബ്ലിക് ഡൊമൈനിലേക്കാക്കുന്നു. പബ്ലിക് ഡൊമൈൻ എന്ന് പറയുന്നത് കോപ്പിറൈറ്റ്സോ പകർപ്പവകാശം ഇല്ലാത്ത ഇൻഫോർമേഷൻസ് എപ്പോഴും ആർക്കും ആക്സസ് ചെയ്യാവുന്ന ഇൻഫോർമേഷനാണ് പബ്ലിക് ഡൊമൈൻ ഇൻഫോർമേഷൻസിലുള്ളത്. അങ്ങനെയുള്ള ഇൻഫോർമേഷൻസിനെ കൂടുതൽ വൈഡർ പബ്ലിക് ഡൊമൈനിലേക്ക് ആക്കുന്നു. എന്നുവെച്ചാൽ ICTയും അതായത് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസും കൺവേർജൻ്റ് മീഡിയാസും ഉപയോഗിച്ച്, കൺവേർജൻ്റ് മീഡിയാസ് പറയുന്നത് ഒന്നിലധികം മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അതിനെ പബ്ലിക് ഡൊമൈനിൽ നിന്ന് വൈഡർ പബ്ലിക് ഡൊമൈനിലേക്ക് എത്തിക്കുക. അതാണ് ഈ പറഞ്ഞ ഫസ്റ്റ് മോഡൽ ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ നിലവിലുള്ള ഭരണ പ്രക്രിയകളെക്കുറിച്ചും അവർക്ക് ലഭ്യമായ സർക്കാർ സേവനങ്ങളെക്കുറിച്ചും അവയിൽ നിന്ന് എങ്ങനെ പ്രയോജനം നേടാമെന്നതിനെക്കുറിച്ചും
ഇത് പൗരന്മാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നു. It allows citizens to form an opinion of the government and its administration based on the services delivered to them. Equipped with this information, the citizen can feel more empowered to voice their concern and influence government process to make them more efficient. സർക്കാരിനെക്കുറിച്ചും സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ചും ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെ അടിസ്ഥാനമാക്കി അഭിപ്രായം പറയുവാൻ ഇത് പൗരന്മാരെ അനുവദിക്കുന്നു. ഈ വിവരങ്ങളെ ഉപയോഗിച്ച് പൗരന്മാർക്ക് അവരുടെ ആശങ്കകൾ ഉന്നയിക്കുവാനും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ഭരണ പ്രക്രിയകളെ സ്വാധീനിക്കുവാനും പൗരന്മാർക്ക് കൂടുതൽ ശാക്തീകരണത്തിന് ഇത് പ്രയോജനമാകുന്നു. The application of this model using appropriate technologies could reduce the information failure situations where citizens are unaware of new and existing services being provided by the government. ഉചിതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഈ മോഡലിൻ്റെ പ്രയോഗം മൂലം സർക്കാർ നൽകുന്ന പുതിയതും നിലവിലുള്ളതുമായ സേവനങ്ങളെക്കുറിച്ച് പൗരന്മാർക്ക് അറിയാത്ത വിവരപരാജയ സാഹചര്യങ്ങൾ കുറയ്ക്കുവാൻ ഇതിന് കഴിയുന്നു. Applications of this model are putting governmental laws and legislations online, making available the names, contact address, emails, mobile numbers of local, regional and national government officials online, make available information such as government plans, budgets, expenditures and performance reports online, putting key judicial decisions which are of value to general citizens, key environmental decisions, state versus citizen decisions, etc. ഈ മോഡലിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് സർക്കാർ നിയമങ്ങളും നിയമനിർമ്മാണങ്ങളും ഓൺലൈനിൽ ഇടുന്നു. രണ്ടാമത്തത് റീജിയണൽ, ലോക്കൽ, നാഷണൽ ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പേരുകൾ, ബന്ധപ്പെടാനുള്ള വിലാസങ്ങൾ, ഇമെയിലുകൾ, മൊബൈൽ നമ്പറുകൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്നു. മൂന്നാമത്തത് സർക്കാർ പദ്ധതികൾ, ബഡ്ജറ്റുകൾ, ചെലവുകൾ, പ്രകടന റിപ്പോർട്ടുകൾ എന്നിവ ഓൺലൈനിൽ ലഭ്യമാക്കുന്നു. നാലാമത്തത് പൊതുപൗരന്മാർക്ക് മൂല്യമുള്ള പ്രധാന ജുഡീഷ്യൽ തീരുമാനങ്ങൾ, പ്രധാന പാരിസ്ഥിതിക തീരുമാനങ്ങൾ, സംസ്ഥാനവും പൗരൻ്റെയും തീരുമാനങ്ങൾ മുതലായവ ഓൺലൈനിൽ ലഭ്യമാക്കുന്നത്. The second model is critical flow model. This model is based on disseminating or channeling information which are of critical value to the targeted audience or into the wider public domain with the help of ICT and convergent medias. Critical value informations are informations which will not be disclosed by those involved with bad government practices. Those who would divulge such information would include upright officials and workers, whistleblowers, affected parties, and those who were themselves involved in bad government practices but have now changed their minds or may wish to trade such information for lenient punishment. ക്രിട്ടിക്കൽ വാല്യൂള്ള ഇൻഫോർമേഷൻസ് ICTയും കൺവർജൻ്റ് മീഡിയകളും ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്ത പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ വൈഡർ പബ്ലിക് ഡൊമൈനിലേക്ക് അത്തരം ഇൻഫോർമേഷൻസ് എത്തിക്കുന്നൊരു രീതി അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ മോഡൽ. ക്രിട്ടിക്കൽ വാല്യൂ ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ മോശം നടപടികളുമായി ബന്ധപ്പെട്ടവർ വെളിപ്പെടുത്താത്ത വിവരങ്ങളാണ്. അത്തരം വിവരങ്ങൾ വെളിപ്പെടുത്തുന്നവരിൽ നേരുള്ള ഉദ്യോഗസ്ഥർ കാണാം, തൊഴിലാളികൾ കാണാം, വിസിൽ ബ്ലോവേഴ്സ് കാണാം. അതുപോലെ മോശമായുള്ള ഭരണ സമ്പ്രദായങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവരും കാണാം. അവർ അത്തരം വിവരങ്ങൾ ലഘുവായ ശിക്ഷയ്ക്കായി അത് എല്ലാവരിലും എത്തിക്കുന്നു. ടാർഗറ്റഡ് ഓഡിയൻസ് മേ ഇൻക്ലൂഡ് മീഡിയ, അഫക്റ്റഡ് പാർട്ടീസ്, ഒപ്പോസിഷൻ പാർട്ടീസ്, ജുഡീഷ്യൽ ബെഞ്ച്, independent investigators or the general public.
and ICT helps in making it freely available to the concerned parties. ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് മാധ്യമങ്ങൾ കാണാം, അഫക്റ്റഡ് പാർട്ടീസ് കാണാം, അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ കാണാം, ജുഡീഷ്യൽ ബെഞ്ച് കാണാം, അതുപോലെ തന്നെ സ്വതന്ത്ര അന്വേഷകരും പൊതുജനങ്ങളും കാണാം. അങ്ങനെ ടാർഗറ്റഡായ ഓഡിയൻസിന് ഈ ഇൻഫോർമേഷൻസ് സൗജന്യമായി ലഭിക്കുവാൻ ICT സഹായിക്കുന്നു. The applications of this model are making available information on corruption of a particular ministry, division or government officials to its electoral constituency or to the concerned government body, making available the research studies, enquiry reports, appraisals by the government to the affected parties, making available the human rights violation, criminal impeachment records against the government freely available to judiciary or NGOs and concerned citizens, making available environmental information on radioactivity spills, effluent discharge to the concerned communities. അതായത് ഒരു മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഡിവിഷൻ്റെ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഴിമതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിൻ്റെ തിരഞ്ഞെടുപ്പ് നിയോജക മണ്ഡലത്തിലേക്കോ ബന്ധപ്പെട്ട സർക്കാർ ബോർഡിലേക്കോ ലഭ്യമാക്കുക. ഗവേഷണ പഠനങ്ങൾ, അന്വേഷണ റിപ്പോർട്ടുകൾ, വിലയിരുത്തലുകൾ എന്നിവ അഫക്റ്റഡ് പാർട്ടീസിന് സർക്കാർ ലഭ്യമാക്കുന്നു. ജുഡീഷ്യറി അല്ലെങ്കിൽ NGOസിന് ബന്ധപ്പെട്ട പൗരന്മാർക്കും സർക്കാരിനെതിരായ മനുഷ്യാവകാശ ലംഘനവും ക്രിമിനൽ ഇംപീച്ച്മെൻറ്റും രേഖകളും സൗജന്യമായി ലഭ്യമാക്കുന്നു. അതുപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റി ചോർച്ചകളെക്കുറിച്ചുള്ള പാരിസ്ഥിതിക വിവരങ്ങൾ ലഭ്യമാക്കുന്നതും മാലിന്യങ്ങൾ പുറന്തള്ളുന്നതും ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റികളിലേക്ക് സൗജന്യമായി എത്തിക്കുന്നു. The third model is comparative analysis model. This is the highly significant model for the developing countries for empowering people. This model empowers people by comparing causes of bad governance with those of good governance, identifying specific aspects of bad governance, the reasons of the bad governance and the people behind them, how the situations can be improved and how it impact on people. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനായി ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു മോഡലാണ്. മോശം ഭരണത്തിൻ്റെ കേസുകൾ നല്ല ഭരണവുമായി താരതമ്യപ്പെടുത്തി മോശം ഭരണത്തിൻ്റെ പ്രത്യേക വശങ്ങൾ, അവരുടെ പിന്നിലുള്ള കാരണങ്ങൾ, ആളുകൾ എന്നിവ തിരിച്ചറിയുന്നതിലൂടെയും സാഹചര്യം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നതിനെക്കുറിച്ചും ജനങ്ങളിൽ അത് ചെലുത്തുന്ന സ്വാധീനങ്ങളെക്കുറിച്ചും ഈ മോഡൽ ജനങ്ങളെ ശാക്തീകരിക്കുന്നു. ദിസ് മോഡൽ continuously assimilates best practices in the areas of governance and then uses them as a benchmark to evaluate other governance practices. ഭരണമേഖലയിലെ മികച്ച സമ്പ്രദായങ്ങളെ തുടർച്ചയായി ഉൾക്കൊണ്ട് മറ്റു ഭരണ രീതികൾ വിലയിരുത്തുന്നതിന് അവ മാനദണ്ഡമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. The main highlight of this model is that the stored information, which can be readily available and can be transmitted instantly across all the geographical and hierarchical barriers. ഈ മോഡലിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന വിവരങ്ങൾ ഭൂമിശാസ്ത്രപരമായും ഹയറാർക്കിയൽ ബാരിയേഴ്സ് ഇല്ലാതെ ഉടനടി കൈമാറുക എന്നതാണ്. The applications of this model are 1. To learn from the past policies and actions and derive lessons for the future policy making. Second one, to evaluate the effectiveness of the current policies and identify key learning in terms of strength and flaws in the policies. Third one, to evaluate the performance and track record of the particular decision maker or decision making body. Fourth one, to enable
informed decision making at all levels by enhancing background knowledge and also providing a rationale for action. ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് മുൻകാല നയങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും പഠിക്കുവാനും ഭാവിയിലെ നയരൂപീകരണത്തിനായി പഠനപാഠങ്ങൾ ഉപയോഗിക്കുവാനും. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് നിലവിലെ നയങ്ങളുടെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനും ഇപ്പോഴുള്ള പോളിസികളിലെ ശക്തികളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും തിരിച്ചറിയുവാനും. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തീരുമാനമെടുക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ബോഡിയുടെ പ്രകടനവും ട്രാക്ക് റെക്കോർഡും വിലയിരുത്തുന്നതിന് എല്ലാ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് വർദ്ധിപ്പിച്ച് അത് പ്രവർത്തനത്തിനായി യുക്തിസഹമായി നൽകിക്കൊണ്ട് എല്ലാ തലങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാപ്തമാക്കുക. The fourth model is e-advocacy or mobilization model. This model is also known as mobilization and lobbying model. This model is based on the strategic and the directed flow of information to strengthen action and build strong allies. It helps in building virtual communities. അതായത് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും ശക്തമായ സഖ്യകക്ഷികളെ അല്ലെങ്കിൽ ഒരു കൂട്ടം കമ്മ്യൂണിറ്റീസിനെ കെട്ടിപ്പടുത്തുന്നതിനുള്ള തന്ത്രപരമായ വിവരങ്ങളുടെ ഒഴുക്കിനെ അടിസ്ഥാനമാക്കിയാണ് മൊബിലൈസേഷൻ മോഡൽ. ഈ മോഡൽ വിർച്വൽ കമ്മ്യൂണിറ്റികൾ നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നു. വിർച്വൽ കമ്മ്യൂണിറ്റീസ് ആർ ഫോംഡ് which share similar values and concerns, and these communities in turn link up with or support real life groups or activities for concerted action. അതായത് സമാന മൂല്യങ്ങളും ആശങ്കകളും പങ്കിടുന്ന വിർച്വൽ കമ്മ്യൂണിറ്റികൾ രൂപീകരിക്കപ്പെടുന്നു. അതോടൊപ്പം ഈ കമ്മ്യൂണിറ്റികൾ സംയോജിത പ്രവർത്തനത്തിനായി റിയൽ ലൈഫ് ഗ്രൂപ്പുകളും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നു. ദിസ് മോഡൽ ബിൽഡ്സ് എ മൊമെൻറ്റം ഓഫ് ദ റിയൽ വേൾഡ് പ്രോസസ്സസ് ബൈ ആഡിംഗ് ദ ഒപ്പീനിയൻസ് ആൻഡ് കൺസേൺസ് എക്സ്പ്രസ്ഡ് ബൈ ദ വിർച്വൽ കമ്മ്യൂണിറ്റീസ്. ദിസ് ലോബിയിങ് മോഡൽ ക്യാൻ എഫക്റ്റീവ്ലി ഓവർകം ഇൻസ്റ്റിറ്റ്യൂഷണൽ, ജിയോഗ്രാഫിക്കൽ ആൻഡ് ബ്യൂറോക്രാറ്റിക് ബാരിയേഴ്സ് ടു ഷേപ്പ് റിഗറസ് ആക്ഷൻ. വിർച്വൽ കമ്മ്യൂണിറ്റികൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളും ആശങ്കകളും ചേർത്താണ് ഈ മോഡലിന് ശക്തി നേടുന്നത്. അതുപോലെ തന്നെ കർശന നടപടി രൂപപ്പെടുത്തുന്നതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലായുള്ള, ഭൂമിശാസ്ത്രപരമായും അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങളെ ഫലപ്രദമായി മറികടക്കുവാൻ ഈ മോഡലിന് കഴിയുന്നു. ആപ്ലിക്കേഷൻ ഓഫ് ദിസ് മോഡൽ ആർ ഫോർമേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ദാറ്റ് കമ്പൽ decision-making organization to recognize their concerns, advocating for the rights of the marginalized groups from the decision-making process, compelling for public debates on global issues, advocating for wider involvement in decision-making process, building up global expertise on particular theme in the absence of localized information to aid decision making. ഈ മോഡലിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് തീരുമാനമെടുക്കുന്ന സംഘടനകളെ അവരുടെ ആശങ്കകൾ തിരിച്ചറിയുവാൻ പ്രേരിപ്പിക്കുന്ന ഗ്രൂപ്പുകളുടെ രൂപീകരണം, തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഗ്രൂപ്പുകളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നു, ആഗോള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പൊതു ചർച്ചകൾക്ക് ഈ മോഡൽ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ തീരുമാനമെടുക്കുന്ന പ്രക്രിയകളിൽ വ്യാപകമായ ഇടപെടലിന് വേണ്ടി വാദിക്കുവാൻ വേണ്ടി ഗ്ലോബൽ എക്സ്പെർട്ടൈസിനെ ബിൽഡപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായമാകുന്ന രീതിയിൽ ഈ മോഡൽ ഉപയോഗിക്കുന്നു. ഫിഫ്ത്ത് മോഡൽ ഈസ് ഇൻ്ററാക്റ്റീവ് സർവീസ് മോഡൽ. The interactive service system of government can also be referred to as government to citizen to government model. This model is a consolidation of different e-governance models and allows direct participation of persons in the digital governance process. Interactive service system of government-നെ two-way system എന്നും അറിയപ്പെടുന്നു. ഈ മോഡലിനെ
ഗവൺമെൻറ് ടു സിറ്റിസൺ ടു ഗവൺമെൻറ് മോഡൽ എന്ന് വിളിക്കുന്നു. ഈ മോഡല് പല ഇ ഗവൺമെൻറ് മോഡലുകളുടെ ഏകീകരണമാണ്. അതായത് പല ഇ ഗവൺമെൻറ് മോഡലുകളുടെ ഒരു കൺസോളിഡേഷൻ. അതുപോലെ തന്നെ ഡിജിറ്റൽ ഗവേണൻസിൻ്റെ പ്രക്രിയയിൽ വ്യക്തികളെ നേരിട്ട് പങ്കെടുക്കുവാൻ അനുവദിക്കുന്നു. ICT is used in this model to incorporate all people in the governance process and brings in greater objectivity and transparency in decision making process. എല്ലാ ആളുകളെയും ഭരണപ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നതിന് ICT ഈ മാതൃകയിൽ ഉപയോഗിക്കുന്നു. അതുകൂടാതെ ICTയുടെ ഉപയോഗം നിമിത്തം ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് കൂടുതൽ ഒബ്ജക്റ്റിവിറ്റിയായും ട്രാൻസ്പെറൻറ്റുമായി മാറുന്നു. It does so by opening up the interactive government to citizen to government model in various aspects of governance such as election of government official, that is e-ballots, redressing online of specific grievances, sharing of concerns and providing expertise, opinion polls on various issues, etc. സർക്കാർ ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ്, അതായത് ഈ ബാലറ്റുകൾ, അതുപോലെ തന്നെ ഗ്രിവൻസസ് ഓൺലൈനിൽ പരിഹരിക്കുന്നത്, ആശങ്കകൾ പങ്കിടുന്നത്, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വൈദഗ്ധ്യം നൽകുന്നതും, വിവിധ വിഷയങ്ങളിൽ അഭിപ്രായ വോട്ടെടുപ്പ് എന്നിവ പോലുള്ള ഭരണത്തിൻ്റെ വിവിധ വശങ്ങളിൽ ഒരു G2C2G ചാനൽ തുറക്കുന്നതിലൂടെ ഇത് ചെയ്യുന്നത്. The applications of this model are used in conducting electronic ballots during election of government officials, filling of reports and grievances to various government bodies by citizens, to conduct public debates, opinion polls on issues of wider concern before formulation of policies and legislative frameworks, used in carrying out opinion polls or public debates on issues affecting the citizens every day, doing governance functions in an online platform such as filing of taxes, revenue collection and payment transfers. ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ട്രോണിക് ബാലറ്റുകൾ നടത്തുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. പൗരന്മാർക്ക് പല റിപ്പോർട്ടുകളും പരാതികളും പൂരിപ്പിക്കുവാൻ ഈ മോഡൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നയങ്ങളും നിയമനിർമ്മാണ ചട്ടക്കൂടുകളും രൂപീകരിക്കുന്നതിന് മുമ്പ് വിശാലമായ ആശങ്കയുമുള്ള വിഷയങ്ങളിൽ പൊതു ചർച്ചകൾ അല്ലെങ്കിൽ അഭിപ്രായ വോട്ടെടുപ്പുകൾ നടത്തുന്നതിന്, അതുപോലെ തന്നെ എല്ലാ ദിവസവും പൗരന്മാരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായ വോട്ടെടുപ്പുകളോ പൊതു ചർച്ചകളോ നടത്തുന്നതിന് ഈ മോഡൽ ഉപയോഗിക്കുന്നു. ഓൺലൈനിൽ ടാക്സ് പേ ചെയ്യുവാൻ, വരുമാന ശേഖരണങ്ങൾ, പേയ്മെൻറ്റ് കൈമാറ്റം എന്നിവ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഭരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ മോഡൽ ഉപയോഗിക്കുന്നു.